യുഎഇയിൽ ജോലി ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക, തൊഴിൽ നിയമ ഭേദഗതി ഓഗസ്റ്റ് 31 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. തൊഴിലാളികളുടെ സുരക്ഷ ലക്ഷ്യമാക്കി മാനവ വിഭവശേഷി മന്ത്രാലയം കഴിഞ്ഞ ജൂലൈ 29 പ്രഖ്യാപിച്ച നിയമ ഭേദഗതിയാണ് ഓഗസ്റ്റ് 31 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. ഇനി ഇവയെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിയമ നടപടിക്കായി സമീപിക്കേണ്ട സമയപരിധി 2 വർഷമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേത്, 2024 ജനുവരി 1 മുതൽ 50,000 ദിർഹത്തിൽ താഴെ വരുന്ന കേസുകൾ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് പരിഗണിക്കുന്നത്. നേരത്തെ തീരുമാനം അപ്പീൽ കോടതിയിൽ ചലഞ്ച് ചെയ്യാമായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ 3 ദിവസത്തിനുള്ളിൽ ഹിയറിംഗ് നടക്കും. തൊഴിൽ കേസുകൾ വേഗത്തിലാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണിത്. മൂന്നാമത്തേത്, തൊഴിൽ നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴ ഈടാക്കും. പെർമിറ്റ് ഇല്ലാതെ തൊഴിലാളികളെ ജോലിക്കെടുക്കുക, അനധികൃത ആവശ്യങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഉപയോഗിക്കുക, തൊഴിലാളികളുടെ അവകാശങ്ങൾ തീർപ്പാക്കാതെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക എന്നീ കുറ്റങ്ങൾക്ക് 50,000 ദിർഹം മുതൽ 2 ലക്ഷം ദിർഹം വരെയാണ് പിഴ ലഭിക്കുന്നത്. നാലാമത്തേത്, വിസിറ്റ് വിസയിലെത്തി ജോലി ചെയ്യുന്നത് യുഎഇയിൽ നിയമവിരുദ്ധമാണ്. സ്ഥാപനങ്ങൾ ഉദ്യോഗാർത്ഥികളെ രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ടത് വിസിറ്റ് വിസയിലല്ല, മറിച്ച് എൻട്രി പെർമിറ്റിലാണെന്നും അധികൃതർ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇതൊക്കെയാണ് തൊഴിലാളികളും തൊഴിലുടമയും ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ശ്രദ്ധിക്കുക, നിയമം ഓഗസ്റ്റ് 31 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ദുബൈയിൽ മെട്രോ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് മെട്രോയുമായി ലിങ്ക് ചെയ്യുന്ന 4 പുതിയ ബസ് റൂട്ടുകൾ കൂടി RTA പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാത്ര സുഗമമാക്കാനുള്ള RTAയുടെ ശ്രമത്തിന്റെ ഭാഗമായാണിത്. F39, F40 എന്നീ റൂട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യത്തെ റൂട്ട് F39 റൂട്ട് എത്തിസലാത്ത് ബസ് സ്റ്റേഷനിൽ നിന്നും ഊദ് അൽ മുക്തിന റൗണ്ട് അബൌട്ടിലൂടെ 30 മിനിറ്റ് ഇടവേളകളിൽ സർവീസ് നടത്തും. രണ്ടാമത്തെ റൂട്ട് F40 ഇത് എത്തിസലാത്ത് ബസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച് മിർദിഫ്, സ്ട്രീറ്റ് 78 എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതാണ്. മൂന്നാമത്തേത് റൂട്ട് F58 അൽ ഖൈൽ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ദുബായ് ഇന്റർനെറ്റ് സിറ്റിയിലേക്കും തിരിച്ചു വടക്കോട്ടും ഓടും. നാലാമത്തേത് റൂട്ട് F59 ദുബായ് ഇന്റർനെറ്റ് സിറ്റി മെട്രോ സ്റ്റേഷനിൽ നിന്ന് വടക്കോട്ട് ദുബായ് നോളജ് വില്ലേജിലേക്കും തിരിച്ചും സർവീസ് നടത്തും. 30 മിനിറ്റ് ഇടവേളകളിലാണ് സർവീസ് നടത്തുകയെന്നും RTA അറിയിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 30 മുതലാണ് സർവീസ് ആരംഭിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗൾഫ് ചന്ദ്രിക സന്ദർശിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.